മലയാളികളുടെ ഇഷ്ടതാരമാണ് നടൻ ബാല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി വിവാദ നായകനായി അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വിവാഹ ജീവിതവും സിനിമ കഥയെ വെല്ലുന്ന തരത്തിലുള്ള വ്യക്തിപരമായ വിഷയങ്ങളും ഒക്കെയായി ബാല ഏറെ നാളായി വാർത്തകളിൽ നിറയുകയാണ്. ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ഡോക്ടർ എലിസബത്തിന് ഒപ്പമായിരുന്നു ബാലയുടെ ജീവിതം. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ വന്ന കരൾ രോഗവും അതിന് പിന്നാലെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളും ബാലയുടെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു. തുടർന്ന് താരം എലിസബത്തുമായുള്ള ബന്ധം വേർപെടുത്തിയിരുന്നു. ഇതിനു ശേഷമാണ് ഇപ്പോൾ അടുത്തിടെ താരം മൂന്നാമതൊരു വിവാഹം കഴിച്ചത്. ബന്ധുവായ കോകിലയായിരുന്നു. ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങായിരുന്നു വിവാഹം. ക്ഷേത്രത്തിൽ വെച്ച് ബാല കോകിലയ്ക്ക് താലി ചാർത്തിയത്. ഇതിനുശേഷം തൻ്റെ ജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞതാണെന്നും കോകില വന്നതോടെ ജീവിതം അപ്പാടെ മാറിയെന്നും ബാല അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇരുവരുടെയും ജീവിതത്തിലെ പുതിയ ഒരു വിശേഷം പങ്കുവെക്കുകയാണ് ബാലയും കോകിലയും. വീഡിയോയിലൂടെയായിരുന്നു ആരാധകരോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചത്. ഒരു വിശേഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ബാലയും കോകിലയും വീഡിയോയുമായി എത്തിയത്. ഞങ്ങൾ മനോഹരമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ലോഞ്ച് അടുത്തു തന്നെയുണ്ടാവും. ഇരുവരുടെയും ചാനലിൻ്റെ പേരും വെളിപ്പെടുത്തി. ബാല കോകില എന്നായിരിക്കും ഇതിൻ്റെ പേര്. ചാനലിൻ്റെ ലോഞ്ചിങ് ഉടനെ തന്നെയുണ്ടാവും. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അതിന് നല്ല ഗുണങ്ങൾ ഉണ്ടാവുമെന്നും ബാല പറയുന്നു. ഇതിന് പിന്നാലെ നിരവധി ആരാധകരാണ് ഇവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒട്ടേറെ പേർ വീഡിയോക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ മാത്രം അതിൽ പോസ്റ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവരരുത്. കരിപുരണ്ട കാര്യങ്ങളൊന്നും ഇനി ഓർക്കേണ്ട എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ. നെഗറ്റീവ് കമൻറ്റുകളും ധാരാളമുണ്ട്. എങ്കിലും ഇരുവരുടെയും പുതിയ ഉദ്യമത്തിന് ആശംസ പങ്കുവച്ചവരാണ് കൂടുതലും. ബാലയുടെയും കോകിലയുടെയും പുതിയ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. അതേസമയം അടുത്തിടെ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ബാല സംസാരിച്ചിരുന്നു. കൂടാതെ മൂന്നാം വയസ്സിൽ തന്നെ കോകില തന്നെ ഭർത്താവായി അംഗീകരിച്ചതാണെന്നും ബാല ചൂണ്ടിക്കാട്ടിയിരുന്നു.